നമസ്കാരം. മാസ്റ്ററിങ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹോം ടാബിനകത്തുള്ള ക്ലിപ്പ് ബോർഡിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു. അതുപോലെ തന്നെ ഫോണ്ട് ഗ്രൂപ്പ് വരെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ളത് പാരഗ്രാഫ് ഗ്രൂപ്പാണ്. അപ്പോൾ ഞാൻ ഈ മൗസ് പോയിന്റ് ചെയ്തിരിക്കുന്ന ആ ഒരു പാർട്ടാണ് പാരഗ്രാഫ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഈ പാരഗ്രാഫ് ഗ്രൂപ്പിൽ എന്തൊക്കെ ഓപ്ഷൻസ് ആണുള്ളതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പാരഗ്രാഫിനെ നമ്മൾ പേജ്, ചില ടെക്സ്റ്റുകളിലൊക്കെ പേജ് ലേഔട്ട് എന്നും പറയും. പേജ് ലേഔട്ട് എന്ന് പറയുന്ന ഒരു ടാബ് നമുക്കുണ്ട്. അപ്പം ഹോം ടാബിനകത്താണ് പാരഗ്രാഫ് വരുന്നത്. ചില ടെക്സ്റ്റുകളിൽ പേജ് ലേഔട്ട് ഒന്നും ഇതിനെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് രണ്ട് പേരും പറയുന്നത്. മെയിനായിട്ടും പഠിച്ചിരിക്കേണ്ടത് പാരഗ്രാഫ് ഗ്രൂപ്പാണ്. അപ്പോൾ ഇതിനകത്ത് ആദ്യം വരുന്നതെന്ന് പറഞ്ഞാൽ ബുള്ളറ്റ്സ് ആൻഡ് നമ്പറിംഗ് ആണ്. അത് ഈ കിടക്കുന്നതാണ് ബുള്ളറ്റ്സ് ആൻഡ് നമ്പറിംഗ് എന്ന് പറയുന്നത്. ഞാൻ മൗസ് അവിടെ പോയിന്റ് ചെയ്ത് കാണിക്കും, അവിടെ എഴുതി കാണിക്കും, കണ്ടോ, ബുള്ളറ്റ്സ്. അതുപോലെ തന്നെ നമ്പറിങ്. അപ്പം ഈ ബുള്ളറ്റ്സ് ആണ് നമ്പറിങ്. അപ്പം ഇതെന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബുള്ളറ്റ്സും നമ്പറിങ്ങും യൂസ് ചെയ്യുന്നത്. അപ്പം ഓർഡേർഡ് ലിസ്റ്റും ഉണ്ട്, അൺഓർഡേർഡ് ലിസ്റ്റും ഉണ്ട്. അപ്പം അൺഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നോക്കിയേ, നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ബബിളില്ലേ, ഈ ബബിൾ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഓർഡർ അല്ല. അതായത് നമുക്ക് ഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ 1 2 3 അല്ലെങ്കിൽ ABC ഇങ്ങനെ ഒരു അസെൻഡിങ്ങോ ഡിസെൻഡിങ് ഓർഡർ കാണാം. പക്ഷേ ഇത് അങ്ങനെയാണോ? അല്ല. നമ്മൾ ഓരോ പോയിന്റ്സ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ലിസ്റ്റിനെയാണ് ബുള്ളറ്റഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. 1 2 3 അല്ലെങ്കിൽ ABCD എന്നൊക്കെ ഉള്ളതാണ് നമ്പേർഡ് ലിസ്റ്റ് അല്ലെങ്കിൽ ഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ബുള്ളറ്റ്സ് ആൻഡ് നമ്പറിങ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? യൂസ്ഡ് ടു ക്രിയേറ്റ് ബുള്ളറ്റഡ് ഓർ നമ്പേർഡ് ലിസ്റ്റ് ആണ്. അപ്പം ഇതിൽ പല രീതിയിലുള്ള ഓപ്ഷൻസ് കാണാം. അപ്പം കൊടുത്ത് കാണിക്കാൻ ഞാൻ കണ്ടോ, ബുള്ളറ്റഡ് ലിസ്റ്റ് എടുക്കുമ്പോൾ ഇത്രയും ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്. ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. അത് ഇവിടെ ചേഞ്ച് ആവുന്ന നിങ്ങൾക്ക് കാണാം. ഞാൻ ഇതിൽ ഓരോന്നിലും മൗസ് വെക്കുമ്പോൾ കണ്ടോ, അവിടെ ചേഞ്ച് ആവുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ആവശ്യമുള്ളതിൽ നമുക്ക് ബുള്ളറ്റ് അല്ലെങ്കിൽ നമ്പേർഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പം നമ്മളിവിടെ ഒരു ബുള്ളറ്റഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. വീണ്ടും നമ്മളിവിടെ അടുത്തത് ചെയ്യുന്ന സമയത്ത് നമ്മൾ കീബോർഡിൽ എൻ്റർ അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു ബുള്ളറ്റ് അവിടെ വരും. അങ്ങനെ എത്ര എണ്ണം വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ബുള്ളറ്റ്സ് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്പേഴ്സും അതുപോലെ തന്നെയാണ്, ഓട്ടോമാറ്റിക്കലി അടുത്തടുത്ത നമ്പറായിട്ട് വരും. അപ്പം ഇതാണ് നമ്പറിങ് എന്ന് പറയുന്നത്. കണ്ടോ, ഇതിനകത്ത് ഏതൊക്കെ ഓപ്ഷൻസ് ഉണ്ട്? 1 2 3. ഇപ്പം ഞാൻ ഇത് വെച്ചപ്പോൾ കണ്ടോ, ഇവിടെ എന്തായി മാറിയിട്ടുണ്ട്, ആ ബുള്ളറ്റ് മാറിയിട്ട് 1 ആയി. അപ്പം ഇതേപോലെ 1 2 3 നമുക്ക് കൊടുക്കാം, ഇങ്ങനെ കൊടുക്കാം, ABC എന്ന് വേണമെങ്കിൽ കൊടുക്കാം, ഇതിലേത് ഫോർമാറ്റ് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ഇനി അതുപോലെ തന്നെ ബുള്ളറ്റ്സ് നമ്പറിങ്, ഇതേപോലെയുള്ള നമ്പറിങ് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. കണ്ടോ, ഇതേപോലെ ബുള്ളറ്റ്സ് കൊടുക്കാം, അതുപോലെ തന്നെ നമ്പറിങ് ഓപ്ഷൻസ് എല്ലാം നമുക്ക് കൊടുക്കാം. ലിസ്റ്റ് ക്രിയേറ്റ് അറിഞ്ഞാൽ മതി. ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏതൊക്കെയാണ് ബുള്ളറ്റ് ലിസ്റ്റും നമ്പർ ലിസ്റ്റുമാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി അടുത്ത ഓപ്ഷനിലേക്ക് പോകാം. അലൈൻമെന്റ് ആണ്. അലൈൻമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാർജിൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഈ ഒരു പേപ്പറിൻ്റെ 4 സൈഡിലുമുള്ള ബ്ലാങ്ക് ആയിട്ടുള്ള ആ ഒരു പൊസിഷൻ അല്ലെങ്കിൽ ബ്ലാങ്ക് ആയിട്ടുള്ള എഡ്ജസിനെയാണ് നമ്മൾ മാർജിൻ എന്ന് പറയുന്നത്. അപ്പോൾ ടോപ്പിലുണ്ടാകും മാർജിൻ, ബോട്ടം ഉണ്ടാകും, റൈറ്റ് ഉണ്ടാകും, ലെഫ്റ്റ് ഉണ്ടാകും. അപ്പം അലൈൻമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ടെക്സ്റ്റ് അല്ലെങ്കിൽ പാരഗ്രാഫ് എവിടെ, ഏത് സൈഡിൽ അലൈൻ ചെയ്യണം. നമ്മുടെ പേപ്പറിൻ്റെ ലെഫ്റ്റ് ആണെങ്കിൽ അലൈൻ ടെക്സ്റ്റ് ടു ലെഫ്റ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡിലായിരിക്കും അലൈൻ ചെയ്തിരിക്കുന്നത്. ലെഫ്റ്റ് അലൈൻമെൻറ്റിൻ്റെ ഷോർട്ട് കട്ട് കീ Ctrl+L ആണ്. ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ലെഫ്റ്റിൻ്റെ L ആണ് Ctrl+L. അതിന് അടുത്ത നോക്കിയേ, സെൻറ്റർ എന്ന് പറഞ്ഞാൽ സെൻറ്ററിൽ നിന്നുമായിരിക്കും അലൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോഴും സെൻറ്റർ അലൈൻമെൻ്റ് ആണെങ്കിൽ സെൻറ്ററിൽ നിന്നും 2 സൈഡിലേക്കുമായിരിക്കും പോകുന്നത്. ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മളൊരു പുതിയൊരു പേജ് എടുത്തിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് നോക്കി, ഇതാണ് അലൈൻമെൻറ്റ്, ലെഫ്റ്റ് അലൈൻമെൻറ്റ്, സെൻറ്റർ അലൈൻമെൻറ്റ്, റൈറ്റ് അലൈൻമെൻറ്റ് ആൻഡ് ജസ്റ്റിഫൈ. അപ്പോൾ ബൈ ഡീഫോൾട്ടായിട്ട് ഏത് അലൈൻമെൻറ്റ് ആണെന്ന് ചോദിച്ചാൽ ലെഫ്റ്റ് അലൈൻമെൻറ്റ് ആയിരിക്കും. ഇനി അവിടെ വെക്കുമ്പോൾ തന്നെ എന്ത് കാണും, ഷോർട്ട് കട്ട് കീ കാണും, ലെഫ്റ്റ് അലൈൻമെൻറ്റ് Ctrl+L. ഇപ്പോൾ ലെഫ്റ്റ് അലൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴ്സർ എവിടെയാണ് പൊസിഷൻ ചെയ്തിരിക്കുന്നത്, ലെഫ്റ്റ് സൈഡിലാണ്. നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലോട്ടായിരിക്കും ടൈപ്പ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നോക്കിയേ, ഞാനിവിടെ സെൻറ്റർ അലൈൻമെൻറ്റ് കൊടുത്തു. സെൻറ്റർ അലൈൻമെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് എവിടെ പോകും, സെൻറ്ററിൽ പോകും. നമ്മുടെ കഴ്സർ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ സെൻറ്ററിലാണ്. ഇനി നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ സെൻറ്ററിൽ നിന്നും കണ്ടോ ലെഫ്റ്റിലേക്കാണ് പോകുന്നത്. സെൻറ്ററിൽ നിന്നുമാണ് എന്ത് ചെയ്യുന്നത്, അലൈൻ ചെയ്യുന്നത്. ആണ് സെൻറ്റർ അലൈൻമെൻറ്റ്.
ഇനി ഈ ടെക്സ്റ്റിനെ നമുക്ക് റൈറ്റ് സൈഡിൽ കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ഏത് യൂസ് ചെയ്താൽ മതി? റൈറ്റ് അലൈൻമെൻറ്റ് യൂസ് ചെയ്താൽ മതി. കണ്ടോ, ഇതെവിടെയായിരിക്കും? റൈറ്റ് മാർജിനിലായിരിക്കും അലൈൻ ചെയ്തിരിക്കുന്നത്. ടൈപ്പ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? റൈറ്റിൽ നിന്നും ലെഫ്റ്റിലോട്ടായിരിക്കും ടൈപ്പ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇത് മൂന്നുമല്ലാതെ ഒരെണ്ണം കൂടി നമുക്കുണ്ട്, ജസ്റ്റിഫൈ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പാരഗ്രാഫ് ടൈപ്പ് ചെയ്യുമ്പോൾ, ഇപ്പം ലെഫ്റ്റ് അലൈൻമെൻ്റ് ആണെങ്കിൽ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. നമ്മളൊരു പാരഗ്രാഫ് ടൈപ്പ് ചെയ്യുമ്പോൾ ഒരു നീറ്റ്നെസ് ഇല്ലാത്ത രീതിയിലായിരിക്കും അത് അലൈൻ ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ എഡ്ജിൽ കയറി ഇറങ്ങിയിരിക്കുന്ന രീതിയിൽ വരും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു നീറ്റ്നെസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഈ ജസ്റ്റിഫൈ എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇപ്പം നോക്കിയേ, ഞാനിവിടെ ഒരു പാരഗ്രാഫ് ടൈപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് വരുമ്പോൾ ഇപ്പം നമ്മുടെ ടെക്സ്റ്റിലൊക്കെ കാണാം 2 മാർജിനിലും ഒരേപോലെ സ്പേസ് വരുന്നത്. എങ്ങനെയാണ്? ജസ്റ്റിഫൈ യൂസ് ചെയ്തിട്ട്. ഇതിപ്പോൾ ലെഫ്റ്റ് അലൈൻമെൻ്റ് ആണ്. ഈ ഒരു പാരഗ്രാഫ് നോക്കിയേ, ഇവിടെ ഈ മാർജിൻ ഒരേ രീതിയിൽ വരുന്നുണ്ട്. പക്ഷേ ഇവിടെ എന്താണ്? ഇവിടെ അകത്തോട്ട് കയറിയിരിക്കുക, ഇവിടെ പുറത്തോട്ട്, ഒരു വൃത്തിയില്ലാത്ത രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏത് യൂസ് ചെയ്യും? നീറ്റ്നെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റിഫൈ അലൈൻമെൻറ്റ് യൂസ് ചെയ്യും. ഇപ്പോൾ ജസ്റ്റിഫൈ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെയും ഒരേ സ്പേസ് ആണ് മാർജിൻ വരുന്നത്, ഇവിടെയും ഒരേപോലെ വരുന്നുണ്ട്. ഇപ്പോൾ കാണുമ്പോൾ ഒരു നീറ്റ്നെസ് ഒക്കെ തോന്നും. ഇതെങ്ങനെയാണ് വന്നത്? ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഒരു സ്പേസ് ഇട്ടാണ് ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എക്സ്ട്രാ സ്പേസ് കൊടുത്തുകൊണ്ട് 2 മാർജിനിലും ഈക്വലായിട്ട് കൊടുക്കുന്ന, അഡ്ജസ്റ്റ് ചെയ്യുന്ന അതിനെയാണ് ജസ്റ്റിഫൈ എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, ഇനി ലെഫ്റ്റ് അലൈൻമെൻറ്റിൻ്റെ ഷോർട്ട് കട്ട് നമ്മൾ പറഞ്ഞു Ctrl+L ആണ്. റൈറ്റ് അലൈൻമെൻറ്റ് Ctrl+R ആണ് റൈറ്റ് അലൈൻമെൻറ്റ്. സെൻറ്റർ അലൈൻമെൻറ്റ് ആണെങ്കിൽ Ctrl+E ആണ്. ജസ്റ്റിഫൈ ആണെങ്കിൽ Ctrl+J ആണ്. അപ്പോൾ ഈ അലൈൻമെൻറ്റ് 4 ടൈപ്പ് ഉണ്ട്: ലെഫ്റ്റ്, റൈറ്റ്, സെൻറ്റർ ആൻഡ് ജസ്റ്റിഫൈ. ഇതിൽ ഷോർട്ട് കട്ട് കീ പഠിക്കാൻ എളുപ്പമാണ്. ലെഫ്റ്റ് ആണെങ്കിൽ Ctrl+L ആണ്, റൈറ്റ് ആണെങ്കിൽ Ctrl+R ആണ്, ജസ്റ്റിഫൈ ആണെങ്കിൽ Ctrl+J ആണ്. ഒരെണ്ണം മാത്രമേ മാറ്റം വരുന്നുള്ളൂ, സെൻറ്റർ എന്നുള്ളത് സെൻറ്ററിൻ്റെ C അല്ല, E ആണ്, Ctrl+E. അപ്പോൾ ഓർത്താൽ മതി, CE രണ്ടാമത്തെയാണ് അവിടെ വരുന്നത്. C എന്തുകൊണ്ടാണ് വരാത്തത്? നമ്മുടെ കോപ്പിയുടെ ഷോർട്ട് കട്ട് കീ ആയിരുന്നു Ctrl+C. അതുകൊണ്ട് ഓർത്തിരുന്നാൽ മതി, Ctrl+C എന്തിൻ്റെയാണ്? കോപ്പിയുടേതാണ്. സെൻറ്റർ അലൈൻമെൻ്റ് ആണെങ്കിൽ C കഴിഞ്ഞിട്ടുള്ള E ആണ് വരുന്നത്. അങ്ങനെ ഓർത്ത് വെച്ചിരുന്നാൽ നമ്മൾ മറക്കത്തില്ല. അപ്പോൾ സെൻറ്റർ അലൈൻമെൻറ്റിൻ്റെ ഷോർട്ട് കട്ട് കീസൊക്കെ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അലൈൻമെൻറ്റ് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇൻഡൻറ്റേഷൻ ആണ്. ഇൻഡൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ അലോ ടു ഇൻഡൻറ്റ് അവർ പാരഗ്രാഫ് ലെഫ്റ്റ് ഓർ റൈറ്റ് മാർജിൻ. ലെഫ്റ്റിലോ റൈറ്റ് മാർജിനിലോ നമ്മളുടെ പാരഗ്രാഫ് അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്? ഇൻഡൻറ്റേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ നോക്കി, ഇതാണ് നമ്മുടെ ഇൻഡൻറ്റേഷൻ എന്ന് പറയുന്നത്. എൻ്റെ മൗസ് ഇപ്പോൾ ഇരിക്കുന്നത് 2 ടൈപ്പ് ഉണ്ട്. ഏതാണ്? ഇൻക്രീസ് ഇൻഡൻറ്റും ഉണ്ട്, ഡിക്രീസ് ഇൻഡൻറ്റും ഉണ്ട്. അപ്പം ഡിക്രീസ് ഇൻഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഡിക്രീസ് ദ ഇൻഡൻറ്റ് ലെവൽ ഓഫ് ദ പാരഗ്രാഫിൻ്റെ ഇൻഡൻറ്റ് ലെവൽ കുറയ്ക്കുന്നു. അപ്പോൾ ഇൻക്രീസ് ഇൻഡൻറ്റ് എന്തായിരിക്കും? ഇൻക്രീസ് ഇൻഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ദി ഇൻഡൻറ്റ് ലെവൽ ഓഫ് ദ പാരഗ്രാഫ്. ഇപ്പം നമ്മൾ നോക്കി, ഈ ഒരു പാരഗ്രാഫ് നമുക്ക് ഇവിടെ ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു മാർജിനിൽ നിന്നുമാണ് ആരംഭിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു സ്പേസ് എന്ത് ചെയ്യും? കൂടും. ഇൻക്രീസ് ഇൻഡൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ, ഞാൻ ഇപ്പോൾ ഇൻക്രീസ് ഇൻഡൻറ്റ് കൊടുത്ത് കാണിച്ചു തരാം. ഇൻക്രീസ് ഇൻഡൻറ്റ് കൊടുത്തപ്പോൾ കണ്ടോ, ഇവിടുത്തെ സ്പേസ് കൂടി. ഇനിയും നമുക്ക് റൈറ്റിലോട്ട് പോകണമെങ്കിൽ എന്ത് കൊടുത്താൽ മതി? ഇൻക്രീസ് ഇൻഡൻറ്റ് കൊടുത്താൽ മതി. ഇനി ഡിക്രീസ് ഇൻഡൻറ്റ് ആണെന്നുണ്ടെങ്കിലോ അത് കുറയ്ക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഡിക്രീസ് ഇൻഡൻറ്റ് ഓപ്ഷൻ യൂസ് ചെയ്യും. ഇതാണ് ഇൻഡൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ലൈൻ സ്പേസിംഗ് ആണ്. വെർട്ടിക്കൽ സ്പേസ് ബിറ്റ്വീൻ ലൈൻസിൻ്റെ ഇടയിലുള്ള സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലൈൻ സ്പേസിംഗ് ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇതാണ് ലൈൻ സ്പേസിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ വെർട്ടിക്കൽ സ്പേസ് എന്ന് പറഞ്ഞാൽ ഇതൊരു ലൈനാണ്, ഇത് രണ്ടാമത്തെ ലൈനാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ലൈൻ സ്പേസിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലൈൻ സ്പേസിംഗ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ആരോയിൽ ക്ലിക്ക് ചെയ്താൽ പല രീതിയിലുള്ള ലൈൻ സ്പേസിംഗ് ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ഈ ലൈൻ സ്പേസിംഗ് ഓപ്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് പഠിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതാണ് ലൈൻ സ്പേസിംഗ് ഓപ്ഷൻസ്. ഏതൊക്കെയാണ് വന്നിട്ടുള്ളത്? സിംഗിൾ ഉണ്ട്,
1.5 ലൈൻസ് ഉണ്ട്, ഡബിൾ ഉണ്ട്, അറ്റ്ലീസ്റ്റ് ഉണ്ട്, എക്സാക്ട്ലി ഉണ്ട്, മൾട്ടിപ്പിൾ ഉണ്ട്. ഇത്രയുമാണ് ലൈൻ സ്പേസ് ഓപ്ഷൻസ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും 3 ഓപ്ഷൻ തന്നിട്ട് ഇതിലില്ലാത്തത് ചോദിക്കാം. അങ്ങനെയൊക്കെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ലൈൻ സ്പേസിങ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് മറന്നു പോകരുത്. സിംഗിള്, അത് കഴിഞ്ഞിട്ട് 1.5 ലൈൻസ്, ഡബിൾ, അറ്റ്ലീസ്റ്റ്, എക്സാക്ട്ലി, മൾട്ടിപ്പിൾ. ഇത്രയുമാണ് ലൈൻ സ്പേസ് ഓപ്ഷൻസ്. ഓർത്തുക, സിംഗിള്, ഡബിള്, മൾട്ടിപ്പിൾ. ഇത് 3 ഓർക്കാലോ. സിംഗിൾ, ഡബിൾ, മൾട്ടിപ്പിൾ. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ 1.5 ലൈൻസും അറ്റ്ലീസ്റ്റും എക്സാക്ട്ലി. നമുക്ക് സിംഗിള്, ഡബിള്, മൾട്ടിപ്പിള്, അറ്റ്ലീസ്റ്റ്, എക്സാക്ട്ലി. പിന്നുള്ളത് ഏതാണ്? ഒരു നമ്പർ വരുന്ന പറഞ്ഞുള്ളൂ. ഏതാണ്? 1.5 ലൈൻസ്. ഇത്രയുമാണ് നമ്മുടെ ലൈൻ സ്പേസ് ഓപ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി നോക്കാം. അപ്പോൾ ലൈൻ സ്പേസ് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക? പാരഗ്രാഫ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ ലൈൻ സ്പേസ് ഇപ്പോൾ 1.15 ആണ് കിടക്കുന്നത്. നമുക്ക് 2.0 വേണമെങ്കിൽ 2 കൊടുക്കുക. കണ്ടോ, ലൈൻ സ്പേസ് കൂടി. ഇനി അതിലും കൂടുതൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 2.5 കൊടുക്കുക. അതല്ല, കുറയ്ക്കണമെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ലൈൻ സ്പേസ് 1.0 കൊടുക്കുക. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഏത് ലൈൻ സ്പേസ് വേണോ അത് നമുക്ക് കൊടുക്കാം. ഇങ്ങനെയാണ് ലൈൻ സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ലൈൻ സ്പേസ് ഓപ്ഷൻസ് മറക്കരുത്, എത്ര എണ്ണം ഉണ്ടെന്നും ഏതൊക്കെയാണെന്നും. അടുത്ത എന്താണെന്ന് നോക്കാം. അടുത്ത ഷെയ്ഡിങ് ആണ്. കളർ ദ ബാക്ക്ഗ്രൗണ്ട് ബിഹൈൻഡ് ദി സെലക്റ്റഡ് ടെക്സ്റ്റ് ഓർ പാരഗ്രാഫ്. ഒരു സെലക്ട് ചെയ്തിരിക്കുന്ന പാരഗ്രാഫിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? കളർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്? ഷെയ്ഡിങ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ഒരു പാരഗ്രാഫിന് കളർ കൊടുക്കണം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇത് സെലക്ട് ചെയ്യുക. ഈ ഷെയ്ഡിങ്ങിൻ്റെ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ എന്തുണ്ട്? കളർ ഓപ്ഷൻസ് ഉണ്ട്. കണ്ടോ, ചേഞ്ച് ആവുന്നുണ്ടോ? നമുക്ക് ഏത് കളറാണോ ആവശ്യം ആ കളർ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ, ആ ഒരു പാരഗ്രാഫിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു കളറ് വരും. ഇതാണ് ഷെയ്ഡിങ് എന്ന് പറയുന്നത്. അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ബോർഡർ ആണ്. യൂസ്ഡ് ടു ആഡ് ബോർഡർ ടു സെലക്റ്റഡ് ടെക്സ്റ്റ് ഓർ പാരഗ്രാഫ്. നമ്മൾ സെലക്ട് ചെയ്യുന്ന ടെക്സ്റ്റിനോ പാരഗ്രാഫിനോ ബോർഡർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്? ബോർഡർ എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ഈ ആരോയിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ പല രീതിയിലുള്ള ഓപ്ഷൻസ് ഉണ്ട് ബോർഡർ കൊടുക്കാൻ. നമുക്ക് ബോട്ടം ബോർഡർ വേണേൽ കൊടുക്കാം, ടോപ്പ് ബോർഡർ മാത്രമായിട്ട് കൊടുക്കാം, ലെഫ്റ്റ് കൊടുക്കാം, റൈറ്റ് കൊടുക്കാം, നോ ബോർഡർ, ഓൾ ബോർഡർ, ഔട്ട്സൈഡ് ബോർഡർ, ഇൻസൈഡ് ബോർഡർ. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ നിന്ന് ആവശ്യമുള്ളത് നമുക്ക് കൊടുക്കാം. ഇപ്പം നമ്മൾ ഔട്ട്സൈഡ് ബോർഡർ കൊടുത്തു അല്ലേ, ബോട്ടം ബോർഡർ മാത്രം കൊടുത്തു നോക്കാം. ഇവിടെ ബോട്ടം ബോർഡർ കൊടുത്ത് കണ്ടോ, ഇവിടെ ബോട്ടത്തിൽ മാത്രമേ ബോർഡർ വന്നിട്ടുള്ളൂ, മുകളിലും സൈഡിലും ഒന്നും വന്നിട്ടില്ല. ഇനി നമ്മൾ ഈ ഓപ്ഷൻ എടുത്തിട്ട് ഔട്ട്സൈഡ് ബോർഡർ കൊടുത്തു നോക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? പുറമേ മാത്രം ബോർഡർ വരും. ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? ബോർഡർ കൊടുക്കാം നമ്മുടെ പാരഗ്രാഫിന് വേണ്ടിയിട്ട്. ഇനി അടുത്ത നമ്മുടെ പാരഗ്രാഫ് ഗ്രൂപ്പിൽ വരുന്ന അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സോർട്ടിംഗ് ആണ്. സോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്തിനു വേണ്ടിയിട്ടാണ്? അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോർട്ട് യൂസ് ചെയ്യുന്നത്. യൂസ്ഡ് ടു സോർട്ട് നമ്പർ ഇൻ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ. നമ്പർ ആണെങ്കിൽ നമുക്ക് അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാം. ടെക്സ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആൽഫബറ്റിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാം. നമുക്ക് അതിൻ്റെ എക്സാമ്പിൾ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ 2 നമ്പേഴ്സ് കൊടുക്കുകയാണ്. ഇപ്പം നമ്മൾ കുറച്ച് നമ്പേഴ്സ് ഇവിടെ കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിനെ എന്ത് ചെയ്യാൻ പോവുകയാണ്? അറേഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഈ ഒരു ഇത്രയും നമ്പേഴ്സ് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ കണ്ടോ A to Z എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ചോദിക്കും, ഈ ഒരു പാരഗ്രാഫ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്യേണ്ടത്? ഇവിടെ നമ്പർ ആണോ അതോ ടെക്സ്റ്റ് ആണോ ഡേറ്റ് ആണോ? ആ ഓപ്ഷൻ കൊടുക്കാം. നമുക്ക് നമ്പറാണ്. ഇതെങ്ങനെ അറേഞ്ച് ചെയ്യണം? അസെൻഡിങ് ഓർഡറിൽ. നമ്മുടെ അസെൻഡിങ് ഓർഡറിലാണ് കിടക്കുന്നതല്ലേ. അപ്പം നമുക്ക് ഡിസെൻഡിങ് ഓർഡർ കൊടുക്കാം. ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. അതിനുശേഷം എന്ത് കൊടുക്കുക? ഓക്കെ കൊടുക്കുക. അപ്പം കണ്ടോ 98 6. അങ്ങനെ ടെക്സ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം നെയിംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആൽഫബറ്റിക്കൽ ഓർഡറിൽ നമുക്കിതുപോലെ അറേഞ്ച് ചെയ്യാം. അപ്പോൾ സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്.
ഇനി പാരഗ്രാഫ് ഗ്രൂപ്പിൽ വരുന്ന ലാസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ മാർക്കാണ്, പാരഗ്രാഫ് മാർക്കാണ്, ഷോ ഓർ ഹൈഡ് ആണ്. അതായത് ഷോ ഓർ ഹൈഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് പാരഗ്രാഫ് മാർക്കിങ്ങോ അല്ലെങ്കിൽ ഫോർമാറ്റിംഗ് സിമ്പിൾസിനെയൊക്കെ ഷോ ചെയ്യുകയോ ഹൈഡ് ചെയ്യുകയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പാരഗ്രാഫ് എവിടെ എൻഡ് ചെയ്യുന്നു എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. കണ്ടോ, ഇതുപോലെ ഓരോ പാരഗ്രാഫിൻ്റെയും എൻഡിലൊക്കെ ഇതുപോലെ പാരഗ്രാഫ് മാർക്ക് വരാം. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പാരഗ്രാഫ് മാർക്ക് വരും, ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പാരഗ്രാഫ് മാർക്ക് പോകും. അപ്പം ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ഷോ ഓർ ഹൈഡ് ചെയ്യാൻ വേണ്ടി, പാരഗ്രാഫ് മാർക്ക് ഷോ ചെയ്യാനോ ഹൈഡ് ചെയ്യാനോ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത നമുക്ക് ഹോം ടാബിൽ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ സ്റ്റൈൽസ് ആണ്. സ്റ്റൈൽസ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമുക്കൊരു പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള തീംസ് നമ്മുടെ ഡോക്യുമെൻറ്റിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റൈൽസ് യൂസ് ചെയ്യുന്നത്. അതായത് ഹെഡിങ് സ്റ്റൈലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്ത് പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഓരോ ഓപ്ഷൻ എടുത്ത് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഹെഡിങ് ഒക്കെ ഓരോ ഹെഡിങ്ങിൻ്റെ സ്റ്റൈലൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്, സ്റ്റൈൽസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റൈൽസിൻ്റെ ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് Ctrl+Shift+S ആണ് സ്റ്റൈലിൻ്റെ ഷോർട്ട് കട്ട് കീ. അപ്പോൾ സ്റ്റൈൽസ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് Ctrl+Shift+S ആണ്. അപ്പോൾ ഷോർട്ട് കട്ട് കീ മറക്കരുത്. ഇനി അടുത്ത ലാസ്റ്റ് ഓപ്ഷൻ ഇതിനകത്ത് വരുന്നത് എഡിറ്റിംഗ് ആണ്. അപ്പം എഡിറ്റിങ്ങിനകത്ത് മെയിനായിട്ടും വരുന്നതെന്ന് പറഞ്ഞാൽ ഫൈൻഡ്, റീപ്ലേസ്, സെലക്ട്, ഈ 3 ഓപ്ഷൻസ് ആണ്. നോക്കിയേ, ഫൈൻഡ്, റീപ്ലേസ് ആൻഡ് സെലക്ട്. ഇപ്പോൾ ഫൈൻഡ് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഏതെങ്കിലും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫൈൻഡ് യൂസ് ചെയ്യുന്നത്. ഫൈൻഡിൻ്റെ ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് Ctrl+F ആണ്. തിരിഞ്ഞു പോലെ F ആണ് ഫൈൻഡിൻ്റെ ഷോർട്ട് കട്ട് കീ. ഇപ്പോൾ ഫൈൻഡ് നമ്മൾ കൊടുക്കുവാണെങ്കിൽ ഇങ്ങനെ ഒരു ഡയലോഗ് ബോക്സ് വരും. ഇവിടെ നമുക്ക് ഏതെങ്കിലും വാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫൈൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ അടിച്ചു കൊടുക്കാം. കണ്ടോ, ഇപ്പം ഞാൻ SA എന്ന് കൊടുത്തു, എന്നിട്ട് ഞാൻ എന്ത് കൊടുത്തു, ഫൈൻഡ് കൊടുത്തു. ഫൈൻഡ് കൊടുത്തു കഴിയുമ്പോൾ കണ്ടോ, ഇവിടെ സേവിൻ്റെ നമ്മുടെ എവിടെയാണോ അതുള്ളത് അത് നമുക്ക് കിട്ടും. ഇനി ഫൈൻഡ് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത SA അത് എവിടെയൊക്കെ വന്നിട്ടുണ്ടോ അവിടെയെല്ലാം നമുക്ക് എന്ത് ചെയ്യും, ഇതുപോലെ ഫൈൻഡ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഫൈൻഡ് യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ Ctrl+F കൊടുത്താലും ഫൈൻഡ് ആൻഡ് റീപ്ലേസ് എന്ന് പറയുന്ന ഒരു ഡയലോഗ് ബോക്സ് ആണ് വരുന്നത്. അപ്പോൾ ഫൈൻഡിൻ്റെ ഷോർട്ട് കട്ട് കീ ചോദിക്കുവാണെങ്കിൽ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, Ctrl+F ആണ് ഫൈൻഡിൻ്റെ ഷോർട്ട് കട്ട് കീ. മറന്നു പോകരുത്, മാറിപ്പോകരുത്. എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. റീപ്ലേസിൻ്റെ ഷോർട്ട് കട്ട് കീ ആണ് Ctrl+H എന്ന് പറയുന്നത്. അപ്പോൾ റീപ്ലേസ് കൊടുത്തു കഴിഞ്ഞാലും ഈ ഫൈൻഡ് ആൻഡ് റീപ്ലേസ് എന്ന് പറയുന്ന ഷോർട്ട് കട്ട് കീ ഡയലോഗ് ബോക്സ് തന്നെയാണ് വരുന്നത്. അപ്പോൾ SA വന്നു, അവിടെ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യണമെങ്കിൽ ആ റീപ്ലേസ് ചെയ്യേണ്ട ടെക്സ്റ്റ് ഇവിടെ കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞിട്ട് റീപ്ലേസ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ SA മാറിയിട്ട് നമ്മൾ എന്ത് ടെക്സ്റ്റ് ആണോ കൊടുക്കുന്നത് ആ ഒരു ടെക്സ്റ്റ് വരും. അപ്പോൾ അതാണ് ഫൈൻഡ് ആൻഡ് റീപ്ലേസ്. അപ്പോൾ റീപ്ലേസിൻ്റെ ഷോർട്ട് കട്ട് കീ എന്ന് പറഞ്ഞാൽ Ctrl+H, ഫൈൻഡിൻ്റെ ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് Ctrl+F ആണ്. ഇനി ഫൈൻഡ് ആൻഡ് റീപ്ലേസിൻ്റെ ഷോർട്ട് കട്ട് കീ ചോദിച്ചാൽ നമുക്ക് Ctrl+H കൊടുക്കാം, ഫൈൻഡ് ആൻഡ് റീപ്ലേസ്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ സെലക്ട് ആണ്. ഈ എഡിറ്റിങ്ങിൽ വരുന്ന അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് സെലക്ട് ആണ്. സെലക്ട് ടെക്സ്റ്റ് ഓർ ഒബ്ജക്റ്റ് ഇൻ എ ഡോക്യുമെൻറ്റ്. നമ്മുടെ ഈ ഡോക്യുമെൻറ്റിലുള്ള ഒബ്ജക്റ്റിനെയോ ടെക്സ്റ്റിനെയോ ഒക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് വരുന്ന ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ സെലക്ട് ഓൾ. അപ്പം ഇതിനകത്ത് നമുക്ക് ആരോയിൽ സെലക്ട് ഓപ്ഷൻസ് എടുക്കാം. കണ്ടോ, സെലക്ട് ഓൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് ഇതിനകത്തുള്ള ഈ ഡോക്യുമെൻറ്റ് ഫുള്ളായിട്ട് സെലക്ട് ആകും. അതുപോലെ തന്നെ സെലക്ട് ഒബ്ജക്റ്റ് ഉണ്ട്, സെലക്ട് ടെക്സ്റ്റ് വിത്ത് സിമിലർ ഫോർമാറ്റിംഗ്. അതായത് ഒരേ ഫോർമാറ്റിംഗ് ഉള്ള ഏതെങ്കിലും ഒബ്ജക്റ്റിനെ, സെലക്ട് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒബ്ജക്റ്റിനെ നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി സെലക്ട് ടെക്സ്റ്റ് വിത്ത് സിമിലർ ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരേ ഫോർമാറ്റിംഗ് ഉള്ള ടെക്സ്റ്റിനെ എല്ലാം സെലക്ട് ചെയ്യും. ഇപ്പം നോക്കി, ഇവിടെ നമ്മൾ ഇതിനൊക്കെ എന്ത് കൊടുത്തിട്ടുണ്ട്, ഒരു ബ്ലൂ കളർ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിനും എന്താണ് കൊടുത്തേക്കുന്നത്, ബ്ലൂ കളറാണ്, ഒരേ ഫോർമാറ്റിംഗ് ആണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഡോക്യുമെൻറ്റിൽ എന്താ ഒരേ ഫോർമാറ്റിംഗ് ഉള്ള ടെക്സ്റ്റിനെ എല്ലാം സെലക്ട് ചെയ്യാനാണ് സെലക്ട് ടെക്സ്റ്റ് വിത്ത് സിമിലർ ഫോർമാറ്റിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഹോം ടാബിനകത്ത് വരുന്നത്. അപ്പം ഹോം ടാബ് ചുരുക്കി ഒന്ന് പറയാം. ഹോം ടാബിൽ ഏതൊക്കെയാണുള്ളത്, ക്ലിപ്പ് ബോർഡ് ഗ്രൂപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ഫോണ്ട് ബ്ലോക്ക് ഉണ്ട്, പാരഗ്രാഫ്, സ്റ്റൈൽസ്, എഡിറ്റിംഗ്. ക്ലിപ്പ് ബോർഡ് ബ്ലോക്കിനകത്താണ് കട്ട്, കോപ്പി, പേസ്റ്റ് ആൻഡ് ഫോർമാറ്റ് പെയിൻറ്റർ വരുന്നത്. കട്ടിൻ്റെ ഷോർട്ട് കട്ട് കീ Ctrl+X, കോപ്പി Ctrl+C,
പേസ്റ്റ് Ctrl+V, ഫോർമാറ്റ് പെയിൻറ്റർ Ctrl+Shift+C. പിന്നെ ഫോണ്ട് ഗ്രൂപ്പിൽ വരുന്ന ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഫോണ്ട് ഉണ്ട്, അതുപോലെ തന്നെ ഫോണ്ട് സൈസ് ഉണ്ട്, ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈൻ ഉണ്ട്, സ്ട്രൈക്ക് ത്രൂ ഉണ്ട്, സബ്സ്ക്രിപ്റ്റ്, സൂപ്പർസ്ക്രിപ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഫോണ്ട് കളറുണ്ട്, ഹൈലൈറ്റ് കളറുണ്ട്, ചേഞ്ച് ഫോണ്ട് ഉണ്ട്, ഗ്രോ ഫോണ്ട് ആൻഡ് ഷ്രിങ്ക് ഫോണ്ട് ഉണ്ട്. അത്രയുമാണ് വരുന്നത്. പിന്നെ പാരഗ്രാഫ് ബ്ലോക്കിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ബുള്ളറ്റ്സ് ആൻഡ് നമ്പറിംഗ് ഉണ്ട്, ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഇൻഡന്റ് ഉണ്ട്, അതുപോലെ തന്നെ അലൈൻമെൻറ്റ് ലെഫ്റ്റ് റൈറ്റ് സെൻറ്റർ ആൻഡ് ജസ്റ്റിഫൈ ഉണ്ട്, ലൈൻ സ്പേസിംഗ് ഉണ്ട്, പിന്നെ ഷെയ്ഡിങ് ഉണ്ട്, അതുപോലെ തന്നെ ബോർഡർ ഉണ്ട്, സോർട്ട് ഉണ്ട്, ഷോ ഓർ ഹൈഡ് ഉണ്ട്. പിന്നെ വരുന്നത് സ്റ്റൈൽസ് ആണ്. പിന്നെ എഡിറ്റിംഗ് ആണ്. എഡിറ്റിങ്ങിനകത്താണ് ഫൈൻഡ്, റീപ്ലേസ്, സെലക്ട് ഈ 3 ഓപ്ഷൻ ഉള്ളത്. അതും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഫൈൻഡ് ഏത് ടാബിലാണ് വരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഹോം ടാബിലാണ്. ഫൈൻഡ്, റീപ്ലേസ്, സെലക്ട് ഇങ്ങനെ 4 ഓപ്ഷൻസ് വന്നിട്ട് ഇതിൽ എഡിറ്റിങ്ങിൽ വരാത്തത് ഏതാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഫൈൻഡ്, റീപ്ലേസ്, സെലക്ട് ഇത് 3ഉമാണ് എഡിറ്റിങ്ങിൽ വരുന്നത്. അപ്പോൾ ക്ലാസ്സിൽ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ PDF നോട്ട്സും അതുപോലെ തന്നെ ക്വിസും ഒക്കെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ടെലഗ്രാം ചാനലുണ്ട്, മാസ്റ്ററിങ് എഡ്യൂടെക്കിൻ്റെത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആവശ്യമുള്ളവർ ജോയിൻ ചെയ്യുക. താങ്ക്